ചില ആണുങ്ങളുണ്ട്, ചിലര് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് ഇഷ്ടമാ, കല്യാണം കഴിക്കാം, ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ ഫിസിക്കൽ ആവാൻ വേണ്ടിയിട്ടായിരിക്കും. ഫിസിക്കൽ ആയതിനു ശേഷം കറിവേപ്പില പോലെ എടുത്തെറിഞ്ഞു പോകുന്ന പയ്യന്മാര് ഒത്തിരി ഉണ്ട്. അപ്പൊ അതിനെ പറ്റി അപ്പൊ എന്താ പറയാനുള്ളത്? അപ്പൊ പെണ്ണ് അങ്ങ് വിശ്വസിച്ച് പോകും. നമ്മൾ എത്ര പേരെ നമ്മൾ അങ്ങ് നിന്ന് കൊടുക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ഒരു വീഡിയോ ഉണ്ടപ്പോഴത്തേക്കും അതിൽ കുറെ ചെക്കന്മാർ പറയുന്നത് വിർജിൻ ആയിട്ടുള്ള ഒരു പെണ്ണിനെയാണോ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വിർജിൻ തന്നെ വേണം. പക്ഷെ ഇവന്മാര് നല്ലതാണെന്ന് ആർക്കറിയാം? അവന്മാര് 5-6 പോയിട്ടായിരിക്കും വന്നിട്ട് എനിക്ക് വിർജിൻ വേണമെന്ന് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിർജിൻ ഒരു പെണ്ണ് വിർജിൻ അല്ലെന്ന് പറയുമ്പോൾ ആൾക്കാരെ ചിന്ത ഇവള് പിഴയാണെന്ന്, ഇവള് കുറെ ഇടത്തേണ്ടത് പോയിട്ടുണ്ടെന്ന്. ചിലപ്പോൾ ഈ സ്നേഹിച്ച് ഒരാളുടെ അടുത്ത് മാത്രം നിന്നിട്ട് ഇവൻ മാക്സിമം കൊണ്ട് യൂസ് ചെയ്തിട്ട് ഇവൻ ഭയങ്കര ട്രോമ കൊടുത്ത് പോകുന്ന കുറെ പെമ്പിള്ളേരുണ്ട്. അപ്പൊ അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ തന്നെ ഒരു ഇത് കാണും, ലൈക്ക് എന്നെ തൊട്ട ഒരാളിനെ എനിക്ക് തന്നെ വേണമെന്നൊരു ചിന്താഗതിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ പറ്റിക്കപ്പെടുന്ന കുറെ പെമ്പിള്ളേരുണ്ട്, മനസ്സിലായി? അപ്പം ഇങ്ങനെയുള്ള ആൾക്കാര് ഇപ്പം ആണുങ്ങളെയാണ് ഞാൻ പറയുന്നത്. അവന്മാരെ ചിന്ത എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആണ്. അതൊക്കെ ആളുടെ ഒരു അവസ്ഥയാണ്. ഒരാള് പറ്റിക്കപ്പെടുന്നത് ഒരാളുടെ തെറ്റല്ല. ഇങ്ങനത്തെ ഒരു തോന്നല വെർജിൻ ആയിട്ടുള്ള എനിക്ക് വെർജിൻ ആയിട്ട് ഒരു പെണ്ണിനെ വേണം എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. കാരണം അവൻ വെർജിൻ ആണ്, സോ അവനൊരു വെർജിൻ ആയിട്ടുള്ള ഒരു ഗേളിനാണ്. പക്ഷെ വെർജിൻ അല്ലാത്ത ആമ്പിളുണ്ട്, എനിക്ക് ഇങ്ങനെ നല്ല മാന്യതയുള്ള ഒരു പെണ്ണ്. അല്ലെങ്കിൽ പൊതുവെ പറഞ്ഞ ഒരു ചിന്താഗതിയാണ്, ആണുങ്ങളുടെ ചിന്താഗതിയാണ് പറഞ്ഞത് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു പെണ്ണ് ഈ സാഹചര്യം മൂലം ഒരുത്തനെ വിശ്വസിച്ച് പോയത് കൊണ്ട് അങ്ങനെ ഒരു വഴിയിൽ പോയി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവള് പിഴ, അവള് അവളങ്ങനെ അങ്ങനെയല്ല. ഇപ്പൊ എന്റെ ഒരു ഇതിലാണെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ഒരു പെണ്ണ് വെർജിൻ അല്ലാതെ ആയി എനിക്ക് കിട്ടി, ഞാൻ കല്യാണം കഴിക്കും. എനിക്ക് അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്രോഡായിട്ട് നടക്കുന്ന പെമ്പിള്ളേരെ അറിയാം. ഇത് തൊഴിലായിട്ട് കൊണ്ട് നടക്കുന്ന കുറെ പെമ്പിള്ളേരുണ്ട്, മനസ്സിലായി? ഇത് വലിയ ഗുഹയിലൊക്കെ ചാടുമ്പോഴത്തെ ഒരു അവസ്ഥയെ പോലെ അത് നമുക്കറിയാം. അപ്പൊ അതുപോലത്തെ ഒരു അവസ്ഥയില് അതാണ് നമ്മളൊരു ആളിനെ ചൂസ് ചെയ്യുമ്പോൾ ഫുള്ള് നോക്കിയും കണ്ട് മാത്രം ചൂസ് ചെയ്യുക. ലൈഫാണ് അവസാനം തെങ്ങി കയറി കൈവിട്ട അവസ്ഥ പോലെ താഴെ ഇടിച്ചു വന്നിട്ട്